എല്ലാവർക്കും കല്ലൂസ് കോസി കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഓണം എല്ലാം വരാൻ പോകല്ലേ, അതുകൊണ്ട് നമുക്ക് ഒരു പുതിയ കറി ഉണ്ടാക്കിയാലോ. രസകാളൻ ഉണ്ടാക്കാം നമുക്ക്. അതിനായി കുമ്പളങ്ങ വേണം, മത്തൻ വേണം, ചേന വേണം, ചെറിയൊരു വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞ് കഴുകി വേവിക്കാൻ വെക്കാം. ഇതെല്ലാം കഴുകി എടുക്കാം നമുക്ക്. കുമ്പളങ്ങ, ചേന, മത്തൻ, വാഴയ്ക്ക. ഇതാ മൺചട്ടിയിലാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വേകാൻ വെക്കാം. ഒരു അര വേവാവുമ്പോഴാണ് ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത്. ഇപ്പോൾ വേകട്ടെ കുറച്ച്. ഇതാ കഷ്ണങ്ങളെല്ലാം അര വേവായിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഈ കഷ്ണങ്ങൾ നന്നായി വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതാ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് കഷ്ണമല്ലേ എടുത്തിട്ടുള്ളൂ. നമുക്ക് അപ്പോൾ കുറച്ച് ഇതാ ഞാൻ ഇട്ട കഷ്ണത്തിന് ഈ തേങ്ങ മതി. ഇതാ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതാ ജീരകം. നമുക്ക് ഇത് നന്നായിട്ട് ഈ തൈര് ഒഴിച്ച് അരച്ചെടുക്കാം. പുളിപ്പിനനുസരിച്ച് വേണം തൈര് ഒഴിക്കണമെങ്കിൽ. നമ്മൾ അളവ് പറഞ്ഞാൽ അത് തെറ്റിപ്പോവും. കാരണം നമ്മുടെ തൈര് ഏത് പുളിപ്പാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് പുളിപ്പ് അനുസരിച്ച് തൈര് ഒഴിക്കാം. ഇത് അരച്ചെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. വേപ്പില ഇട്ട് കൊടുക്കേണ്ടതില് ഇതാ കഷ്ണങ്ങളെല്ലാം വെന്തോ. നമുക്കിനി ഇതാ ഞാൻ ശർക്കര ഇതിന്റെ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചില്ല, മറന്നുപോയി. ഇതാ കുറച്ച് വെന്തയപ്പൊടി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ടതാണ്. ഇതാ തേങ്ങയും തൈരും കൂടെ ചേർത്ത് അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ച് അധികം തിളയ്ക്കാൻ പാടില്ല പറയും. പക്ഷെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ വേഗം കേട് വരും. അതുകൊണ്ട് കുറച്ച് തിളച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതാ ഇത് മതി ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ടെല്ലാം ഉപ്പ് ടേസ്റ്റ് ചെയ്യണം. പുളിപ്പെല്ലാം ഇത് പാകമാണ് ഞങ്ങൾക്ക്. നിങ്ങൾക്ക് കുറച്ച് പുളിപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് കൂടുതൽ ഒഴിക്കാം. ഇത് ഓഫ് ചെയ്ത് നമുക്ക് ഇതാ താളിപ്പ് താളിക്കാം. നമുക്ക് ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: കടുക്, വെന്തയം, ചുവന്ന മുളക്, ഉണക്ക കറിവേപ്പില. കടുകിട്ട് കൊടുക്കാം. വെന്തയം കുറച്ച് മതി. വെന്തയം, മുളക്, ഉണക്ക കറിവേപ്പില. ഗ്യാസ് ഓഫ് ചെയ്തിട്ടും ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൺചട്ടി ആയതുകൊണ്ടാണ്. നമ്മൾ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് മൺചട്ടിയിലാണ് നമുക്ക് തൈര്, പുളിയുള്ള കറികളെല്ലാം വെക്കുന്നത് നല്ലത്. കാരണം മറ്റുള്ളതിൽ വെച്ചാൽ നമ്മൾ ഒഴിച്ചു നോക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസം എടുക്കുമ്പോൾ അത് ഒരു പുള്ളിക്കുത്ത് വീഴും. അതുകൊണ്ട് ആകുന്നതും മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. സാമ്പാർ വെച്ച് മടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കണം എല്ലാവരും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.